പാകിസ്ഥാൻ വംശജരാൽ പീഡിപ്പിക്കപ്പെട്ട 1.25 ലക്ഷത്തോളം വരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ. സംഭവം നടക്കുന്നത് UK-ലാണ്. ഇപ്പം UK ക്രൈം നാഷണൽ ഏജൻസി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ ബീക്കൺ പോർട്ട് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം നടക്കുന്നത്? നമ്മുടെ മലയാളം മാധ്യമങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ് ഗൗതം. പക്ഷേ ഞാൻ തന്നെ വേറെ വീഡിയോസ് എടുത്തിട്ടുണ്ട് നേരത്തെ. പക്ഷേ നാഷണൽ ചാനലുകളൊക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. നാഷണൽ ചാനലുകളിൽ വലിയ ഡിസ്കഷനൊക്കെ തന്നെ നടത്തിയിരുന്നു ചില നാഷണൽ ചാനലുകളിൽ. ഇത് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന മരവിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം റോബർട്ട് ലോയ എന്ന് പറയുന്ന UK റിഫോം പാർട്ടി എന്ന് പറഞ്ഞ പുതിയ പാർട്ടിയുണ്ട് അവിടെ. ആ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരതമ്യേന പുതിയ പാർട്ടിയാണ്. അത് നൈജൽ ഫറാജിൻ്റെയൊക്കെ പാർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം തീവ്ര നിലപാടെടുക്കുന്ന ആളുകളാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരെ അടക്കം ഏഷ്യക്കാരെ പാകിസ്ഥാനികളടക്കം എല്ലാവരെയും പുറത്താക്കണമെന്ന് നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയുടെ ഒരു MP ആണ് റോബർട്ട് ലോയൽ. റോബർട്ട് ലോയൽ വന്നിട്ട് പാർലമെൻറ്റിൽ ഒരു അവതരണം നടത്തി ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അത് ഒരു ബാരൻസ് കേസി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അടക്കമുള്ള ആളുകൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള 219 വെച്ചുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ ചില ഇരകൾ, അതായത് ഈ പീഡിപ്പിക്കപ്പെട്ട ആളുകൾ തന്നെ വന്ന് ഇപ്പം നിരവധി മീഡിയകളിൽ ആ പെൺകുട്ടികൾ വന്ന് സൗണ്ട് ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിച്ചു. ആ പാർലമെൻറ്റ് മൊത്തം ഇരുന്ന് കരയുകയായിരുന്നു അത് കേട്ടിട്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ 2010 മുതൽ 2025 വരെയുള്ള, അതായത് 2010 ജനുവരി മുതൽ 2025 മാർച്ച് വരെയുള്ള 15 കൊല്ലങ്ങളിൽ അവിടെ നടന്നിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടത്തിയിട്ടുള്ള ഗ്രൂമിങ് ഗ്യാങ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഗ്രൂമിങ് ഗ്യാങ്സ് എന്ന് പറയുന്ന മിക്ക ആളുകളും തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നത് ഒരു പാകിസ്ഥാനി മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഇരകളാക്കപ്പെട്ടത് മുഴുവൻ ബ്രിട്ടീഷ് പെൺകുട്ടികളുമാണ്. അത് ബ്രോക്കൺ ഫാമിലികളിൽ നിന്നുള്ള ചൈൽഡ് കെയറുകളിൽ അഭയം തേടിയിട്ടുള്ള പെൺകുട്ടികളടക്കമാണ് ഇവരിതിന് വിധേയമാക്കിയിട്ടുള്ളത്. ആ വിധേയമാക്കി എന്ന് പറയുന്നതിൻ്റെ ചെറിയ 1, 2, 3 ഇൻസിഡൻസ് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് അവർ കുപ്പി കയറ്റുകയും ആ കുപ്പി ശരീരത്തിനകത്ത് വെച്ച് പൊട്ടിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ക്രൂരതകളാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പെൺകുട്ടി എന്ന് പറയുന്നത് ഗൗതം അറിയേണ്ടത്, ആ പെൺകുട്ടി 700 തവണയിലധികമാണ് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 700 തവണ? ആ, ചെറിയ കുട്ടികളാണെന്ന് ആലോചിക്കണം. ചെറിയ കുട്ടികളാണ്, 12-15 വയസ്സുള്ള കുട്ടികളൊക്കെയാണ്. അവർ 700 തവണയിലധികമാണ് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു രംഗം, ഒരു അതിജീവിത എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് പറയുന്നൊരു കാര്യം, ആ പെൺകുട്ടി ഒരു ദിവസം നോക്കുമ്പോൾ ഒരു പട്ടിക്കൂട്ടിനകത്തേക്ക് നിരവധി പെൺകുട്ടികളെ ഇട്ടുകൊടുത്തിരിക്കുകയായിരുന്നു, കുറേ പട്ടികളെ. എന്നിട്ട് പട്ടികൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ച് ഇവർ പുറത്തു നിന്ന് ചിരിക്കുകയും അത് ആസ്വദിക്കുകയും അവരെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഇവർ തമ്മിൽ ബെറ്റ് വെക്കുകയുമായിരുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര ക്രൂരമായിട്ടുള്ള ഒരു ഗ്യാങ്ങാണ്. ഏതാണ്ട് 49ഓളം വരുന്ന ടൗണുകളിൽ, സിറ്റികളിലൊക്കെ തന്നെ ഇത് പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ബീക്കൺ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 236-ലധികം വരുന്ന റേപ്പ് ആരോപണങ്ങളാണ്. അതിൽ 23 പോലീസ് ഫോഴ്സുകളിലായിട്ട് 1273 കേസസ് ഇപ്പോൾ വീണ്ടും എടുത്ത് പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തരവിട്ടേക്കുന്നത്. ആ പുനഃപരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ ഈ പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി 100 മില്യൺ UK പൗണ്ടാണ് അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവിടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ അന്വേഷണമാണിത്. ഇരകൾക്ക് വേണ്ടി മാത്രം 3.8 മില്യൺ US പൗണ്ട് കൂടി നീട്ടി വെച്ചിട്ടുണ്ട്. 3.8 മില്യൺ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ വ്യാപകമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഈ അന്വേഷണത്തിൻ്റെ പിന്നിൽ ഇത് ഒക്കെ തന്നെ ഏജൻസികൾക്കും പോലീസിനുമൊക്കെ അറിയാമായിരുന്നു. പക്ഷെ അവർ ഞങ്ങളെ റേസിസ്റ്റുകളെന്ന് വിളിക്കുമോ എന്ന് ഭയന്ന് രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇത് പുറത്ത് പറയാതിരുന്നു എന്ന് പറയുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഈ മതത്തിൻ്റെ പ്രബോധനങ്ങളിലൊക്കെ തന്നെ ഇൻസ്പയർഡായി, അതായത് മറ്റുള്ള ആളുകൾ തങ്ങളുടെ വിശ്വാസത്തിലല്ലാത്ത ആളുകളോട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ചില തോന്നലുകളുള്ള ഒരു ഗ്യാങ്ങിനെ, ഒരു ഗ്രൂമിങ് ഗ്യാങ്ങിനെ അങ്ങനെ തന്നെ സൃഷ്ടിച്ചെടുത്തു എന്ന് പറയുന്ന
വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടിയാണ് ഇതിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ആരോപണത്തിൻ്റെ ഒരു വാർത്തകളായി വരുമ്പോൾ പോലും ഇത് 101% നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം മൈക്കിൾ ഫാരെ, ഈ പറയുന്ന നേരത്തെ പറഞ്ഞ നൈജൽ ഫാരേജ് അടക്കമുള്ള ആളുകളാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അവർ നേരത്തെ മുതൽ തന്നെ ഇത്തരത്തിൽ വംശീയമായിട്ടുള്ള തീവ്രമായിട്ടുള്ള നിലപാടെടുക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം എന്തൊക്കെയാണെങ്കിലും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കൃത്യമായിട്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ആ അന്വേഷണം ഇത് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം എന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട റിസർച്ച് എടുത്തപ്പോൾ തന്നെ നിരവധി പെൺകുട്ടികൾ, ഇപ്പോൾ സാമന്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ, സാമന്ത വുഡ് ഹൗസ്, അപ്പോൾ ആ ചാനൽ അവരൊക്കെ തന്നെ വന്ന് CNN അതുപോലെ നിരവധി ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അവർ വളരെ ഓപ്പണായി പറയുന്നു, തങ്ങൾ അനുഭവിച്ചതിനെക്കുറിച്ച് പറയുന്നു. സത്യത്തിൽ ഇപ്പോൾ ഗൗതം പോലും കേട്ടിരിക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും ഈ അനുഭവിച്ചതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അങ്ങേറ്റത്തെ ക്രൂരതയാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ പോലും അല്ല. ഇത് വർഷങ്ങളോളം ഇവർ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ നിരവധി കഥകളുണ്ട്. അതിൻ്റെ മുഴുവൻ ശരിക്കും നമുക്ക് പോലും കേട്ടിരിക്കാൻ പോലും പറ്റാത്തത്ര, ഒരു ഹൃദയമുള്ളവർ കേട്ടിരിക്കാൻ പറ്റാത്ത ഈ പെൺകുട്ടികൾ ഇവരെങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇവർ യഥാർത്ഥത്തിൽ അത് വലിയ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ പലപ്പോഴും ഒരു കെയർ കൊടുക്കുന്ന, അതായത് വളരെ ബ്രോക്കൺ ഫാമിലികളിലുള്ള ചൈൽഡ് കെയറുകളിലാക്കപ്പെട്ടിട്ടുള്ള, അങ്ങനെ അതായത് ഫാമിലി വൈസ് അത്രത്തോളം നല്ല സുഖകരമല്ലാത്ത ആളുകൾക്ക് ഒരു കെയറും പ്രൊട്ടക്ഷനും കൊടുക്കാനെന്നുള്ള വ്യാജേന ഇവരവരെ സമീപിക്കുകയും അവരിൽ നിന്നൊരു ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇതിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. മതം മാറ്റമുണ്ടോ? അല്ല, മതം മാറ്റം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റു മതത്തിലുള്ള ആളുകളോട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, കാരണം അവരൊരിക്കലും നല്ല ആളുകളല്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൂടി ഇതിൻ്റെ അടിയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഞാൻ പറയണത് നൈജൽ ഫറാജ് അടക്കമുള്ള UK റിഫോം പാർട്ടി അടക്കമുള്ള ആളുകൾ ആരോപണമായി ഉന്നയിക്കുന്നത്. പിന്നെ ഒരു കാര്യം കറക്റ്റാണ്, കാരണം യഥാർത്ഥത്തിൽ ഗൗതം പറഞ്ഞ നമ്പർ പോലുമല്ല. 1,25,000 എന്ന് പറയുന്നത് സാധാരണ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ചില ആളുകൾ റിപ്പോർട്ട് ചെയ്തത് 2,60,60,000 അതുപോലെ ഇത് 1997 മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഇവരെന്തായിരിക്കും അപ്പോൾ ഇവരുടെ ലക്ഷ്യം? ഇങ്ങനെ 1997 മുതൽ ചെയ്യണമെങ്കിൽ? അല്ല, ഇത് ലക്ഷ്യം എന്താണെന്ന് ഇവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ബേസിക്കലി ഒരു പാകിസ്ഥാൻ വംശജരായിട്ടുള്ള നാച്ചുറലി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകളാണ്. പക്ഷെ ഇവർ ഒരു വളരെ ഒരു മതപരമായിട്ടുള്ള ഡോക്ട്രിൻ പ്രകാരം ഇത് മറ്റുള്ള ആളുകളാണെങ്കിൽ അവരെ ഇങ്ങനെ ഉപദ്രവിക്കാം, അവർ വളരെ മോശക്കാരായിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്ന ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വളരെ തീവ്രമായിട്ടുള്ള ഇത്തരം നടപടികളിലേക്ക് കടന്നതെന്നാണ് ആരോപണം കേട്ടോ. നമുക്കറിയില്ല 100% ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ 100% ഉറപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നൈജൽ ഫറാജ് അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ പുറകിലുള്ളതുകൊണ്ടാണ്. കാരണം അവരെല്ലാ കാലത്തും ഇത്തരം പ്രശ്നങ്ങളെ വലിയ തോതിൽ തീവ്രമായി ഉയർത്തിക്കാട്ടിയിട്ട് അവിടെ വലിയ ജനപിന്തുണയും ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഗൗതം അറിയേണ്ടത്. ഇപ്പം ഡിപ്പെൻഡൻറ്റ് വിസ അടക്കം അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ 10-15 കൊല്ലം, നേരത്തെ 5 കൊല്ലം കഴിഞ്ഞ് അത് കിട്ടുമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മളെ അടക്കം ഇന്ത്യക്കാരായിട്ടുള്ള അവിടെയുള്ള ആളുകളെ അടക്കം ഇത് ബാധിക്കും. കാരണം ലക്ഷക്കണക്കിന് ആളുകളെ ഇനിയും UK നിന്ന് മിക്കവാറും ഡീപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അത് അതിതീവ്രമായിട്ടുള്ള സാഹചര്യമാണ്. ഓപ്പറേഷൻ ബീക്കൺ പോർട്ട് ഇപ്പോൾ അവിടെ അന്വേഷണം, ഈ 1200-ലധികം വരുന്ന കേസുകളിൽ മുഴുവൻ കേസുകളും തന്നെ പുനഃപരിശോധിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഈ പാകിസ്ഥാൻ വംശജരെന്ന് പറയുന്നത് UK കുടിയേറ്റക്കാരാണ്. അതും അവരിൽ മഹാഭൂരിപക്ഷവും അല്ലെങ്കിൽ ഒരു പകുതിയോളം ആളുകളെങ്കിലും ഇല്ലീഗൽ മൈഗ്രൻസ് ആണെന്നും കൂടി പറയപ്പെടുന്നുണ്ട്. നമുക്കറിയില്ല. അപ്പം അത് നേരത്തെ പറഞ്ഞ പോലെ ഈ UK റിഫോം പാർട്ടിയുടെയൊക്കെ ആരോപണങ്ങളാണ് ഇത് മുഴുവൻ. അപ്പം അതുകൊണ്ട് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും ക്രിമിനലുകളുടെ മാത്രം കാര്യമാണെന്ന് നമുക്കിനി വിചാരിക്കാൻ പറ്റില്ല. കാരണം ഇത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ സംഘം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം. താങ്കൾ പറഞ്ഞൊരു കാര്യമേ ഇതിനെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു. കാരണം റേസിസ്റ്റുകളാക്കി മാറ്റുമോ എന്നുള്ള ഭയം. അല്ല, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയും ഈ പറയുന്ന പോലെ റേസിസ്റ്റിസത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്താൽ ഞങ്ങളൊരു റേസിസ്റ്റുകളാണ് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാകുമോ എന്ന് ഭയന്നാണ് നടപടികൾ എടുക്കാത്തത് എന്ന് പറയുന്ന ചില മൊഴികളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. 219 പേർ. അല്ല, അതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം തന്നെ. രാഷ്ട്രീയമായി ഇപ്പൊ നിങ്ങൾ ഒരു പാകിസ്ഥാനികളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിക് ആക്കി മാറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ വോട്ടുകൾ കുറഞ്ഞേക്കും, ചിലപ്പോൾ വോട്ട് കിട്ടില്ല എന്നൊക്കെ പറയുന്ന ഭയമായിരിക്കും ഉണ്ടാവുക. അതിപ്പോ അന്വേഷണത്തിലൂടെ തെളിവ് വരേണ്ടതാണ്. കാരണം ഇതൊരു പ്രൈവറ്റ് അന്വേഷണ ഏജൻസി നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പൊ ഈ 200-ലധികം വരുന്ന പേജുകളുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഗൗതം, കാരണം നിരവധി സ്ത്രീകൾ ചെറുതിലെ തന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്.
പക്ഷെ ഇതിൻ്റെ പിന്നിൽ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന നൈജൽ ഫരാജിനെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് കൂടി ഒരിക്കലും ക്ലീൻ ആയിരിക്കില്ല. കാരണം ഇത്തരത്തിൽ വംശീയമായിട്ടുള്ള ഒരു വേർതിരിവ് ഉണ്ടാക്കി അവർക്കും കൂടി നേട്ടം കൊയ്യാനുള്ള ഒരു പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. പക്ഷേ ഈ സംഭവം നടന്നിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരാളല്ല, നിരവധി ആളുകൾ വന്ന് ഇപ്പം മൊഴി നൽകിക്കൊണ്ടിരിക്കുക. മൊഴി നൽകാൻ പറഞ്ഞാൽ അവർ ഓപ്പൺലി മാധ്യമങ്ങൾക്ക് മുമ്പിലും സോഷ്യൽ മീഡിയ അനുഭവിച്ച പെൺകുട്ടികൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരിച്ചുകൊണ്ടിരിക്കുക എത്തരത്തിലുള്ള പീഡനങ്ങൾ ഇവർ നേരിട്ടത്? പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞത് 3 ഇതുകൂടാതെ റേപ്പ് ചെയ്യപ്പെടുക, അവരെ സെക്ഷലി അബ്യൂസ് ചെയ്യുക, ഇത്തരത്തിലുള്ള നിരവധി പീഡനങ്ങൾ അവർ കണ്ടിന്യൂസ്ലി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 10ഉം 12ഉം വയസ്സ് മുതൽ തുടങ്ങിയാൽ 15, 18 എന്തുകൊണ്ടാണ് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുന്നത്? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തിരഞ്ഞെടുത്തേക്കുന്നത് കുറച്ചുകൂടി, ഇപ്പം എല്ലാവരും പ്രായപൂർത്തിയാകാത്തവരല്ല, പക്ഷെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും തിരഞ്ഞെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അവരുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കുകയും അവരുടെ വീടുകളിലുള്ള പ്രശ്നങ്ങൾ ഇവർ കണ്ടെത്തുകയും ആ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ട് അവരുടെ ഒരു സംരക്ഷകരായി ഇവർ മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ലെവലിലേക്ക് ഇവരെ കൊണ്ടുചെന്ന് എത്തിച്ചതിന് ശേഷമാണ് ഈ പീഡനങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഇത് വെറുതെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തോന്നി ഉടനെ തന്നെ ഒരു ക്രിമിനൽ വാസന ഉണർന്നത് കൊണ്ട് ചെയ്ത സംഭവമാണ് എന്നുള്ളത് പോലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ പറയാതെ പോകാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൈജൽ ഫറാജിനൊക്കെ പാർട്ടി വന്നതിന് ശേഷം പലപ്പോഴും അവിടെ ഉണ്ടാകുന്ന ഏതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ കത്തിക്കുത്തും കൊലപാതകവും ബാക്കിയുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ വലിയ തോതിൽ ബ്ലോ അപ്പ് ചെയ്യുകയും വലിയ നാഷണൽ ഇഷ്യൂ ആക്കി മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വംശീയമായിട്ടുള്ള വേർതിരിവിന് വേണ്ടിയിട്ടും ഇവരുടെ കൂടെ ആൾ കിട്ടാൻ. പക്ഷേ ഇത് അതുപോലെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് സീരിയസ്ലി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ നമ്പർ കേൾക്കുമ്പോൾ തന്നെ ഗോഹത്തിന് അറിയാമല്ലോ, 49 ടൗണുകളിൽ 1,25,000 അല്ലെങ്കിൽ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് 2,60,000. പക്ഷെ അവർ തന്നെ പറയുന്നുണ്ട് ഇത് ഡിബേറ്റബിൾ ആണ് ഇഷ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം കറക്റ്റാണ്, 1200-ലധികം വരുന്ന കേസുകൾ പുനഃപരിശോധിക്കാൻ ഇപ്പം നമ്മുടെ ബ്രിട്ടൻ തീരുമാനം. അവയവ കേസ് പല മാധ്യമങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാത്തതുപോലെ എന്തുകൊണ്ടാണ് ഇതും റിപ്പോർട്ട് ചെയ്യാത്തത്? അല്ല, ഇത് റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ ആ പേടിയായിരിക്കും. അല്ല, നമ്മുടെ ഇവിടെ മാത്രമേ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യാത്തുള്ളൂ. നാഷണൽ മീഡിയകളും ഇന്റർനാഷണൽ മീഡിയകളും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CNN, IBN അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ BBC ഒന്നും ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇനി വേറെ വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യൂവർഷിപ്പ് കുറയുമെന്നൊന്നും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അവർ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മലയാളം മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതാസ് യൂഷ്വൽ ഇപ്പോൾ ഇറാനിലുണ്ടായ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ സുഡാനിലുണ്ടാകുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യില്ല. പല കാര്യങ്ങളും അവർ റിപ്പോർട്ട് ചെയ്യാത്തതുണ്ട്. അതുപോലെയുള്ള താല്പര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും. തുറന്ന് കരുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരാഴ്ചക്ക് മുമ്പ് ഇത് അറിഞ്ഞിട്ട് ഞാനൊരു 5-6 ദിവസം കഴിഞ്ഞിട്ടാണ്. അല്ല, ഇതെന്താന്ന് വെച്ചാൽ ഈ നൈജൽ ഫറാജിന്റെ പാർട്ടിയൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞ ഒരു ഭീതി ജനിപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ ഇപ്പം ഞാൻ മുന്നൊക്കെ റിപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ പറയാത്ത നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഒരു പെൺകുട്ടിയെ ഒരു തവണ ആളുകൾ കുത്തിക്കൊലപ്പെടുത്തിയിരുന്നു. അതുപോലെ ഒരു മൈഗ്രൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ വേറൊരു മുസ്ലിം സമുദായത്തിൽ വിശ്വസിക്കുന്ന ഒരു മൈഗ്രൻ്റ്, അവൻ ക്രിമിനലാണ്. അവനിതുപോലെ വേറെ ആളുകളെ എന്ത് ചെയ്തു, കുത്തിക്കൊന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ പക്ഷേ നമ്മൾ പറയാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതൊക്കെ ഓരോ ക്രിമിനൽ വാസനയുള്ള, അവനിപ്പോൾ ജാതിയും മതവും നോക്കിയിട്ടല്ല, അവൻ്റെ ക്രിമിനൽ വാസന കൊണ്ട് അവൻ ചെയ്യുന്നൊരു കാര്യമാണ്. ആ ചെയ്യുന്ന കാര്യത്തെ പോലും ഇവർ വലിയ പർവ്വതീകരിച്ച് കാണിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം UK റിഫോം എന്ന് പറയുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ സംഘപരിവാർ എന്നൊക്കെ വിളിക്കാവുന്ന പോലെ തന്നെ തീവ്ര നിലപാടുള്ള ഒരു തീവ്ര നിലപാടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അത് ചെയ്തത്.